ടോമി വെർസറ്റി തീട്ടം. അവൻ പുറത്തിറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അവനെല്ലാം ഒന്ന് തടുക്കുന്നത് വരെ തല താഴ്ത്തി നടക്കുമായിരുന്നു. പക്ഷെ അവനെ ഇനി ആൾക്കാർ കാണുമ്പോൾ പഴയതൊക്കെ എല്ലാവർക്കും ഓർമ്മ വരും. അത് നമ്മുടെ ബിസിനസ്സിന് ശരിയല്ല. അപ്പോൾ സോണി, നമ്മളെന്ത് ചെയ്യും? നമ്മളവനെ ഒരു പഴയ ഫ്രണ്ടിനെ പോലെ ബിസിയാക്കി ടൗണിന് വെളി നിർത്തും. നമ്മുടെ ബിസിനസ് സൗത്തിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കണ്ടേ? വൈസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ 24 ക്യാരറ്റ് സ്വർണ്ണമാണ്. കൊളംബിയൻസ്, മെക്സിക്കൻ, നരകം, ക്യൂബൻസ് വരെ ഇപ്പം നല്ല സ്റ്റണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷേ അത് മുഴുവൻ മയക്കുമരുന്നാണ് സോണി. നമ്മുടെ ഫാമിലീസ് ഒന്നും അത്ര തൊടുത്തു പോലും ഇല്ല. സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എനിമീസ് മുന്നേറുമ്പോൾ ഫാമിലീസ് ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കത്തില്ല. സോ നമ്മുടെ ഈ നാറിയ പണി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുത്തനെ അങ്ങോട്ട് ഇറക്കുന്നു. അപ്പോൾ അതിൻ്റെ വലിയൊരു ലാഭം നമുക്കും. എങ്ങനെയുണ്ട്? അവിടെ ആരുടെയും കോൺടാക്റ്റ് ഉണ്ടോ? ഉണ്ട്. കെൻ റോസൻബർഗ് ഒരു വക്കീലാണ്. അവൻ ടോമിയുടെ കാര്യം നോക്കിക്കോളൂ. അവനെ വൈസിറ്റിയിലോട്ടൊന്ന് ഇറക്കി വിട്ടാൽ മതി. അപ്പോൾ നമുക്കവന് കുറച്ച് ക്യാഷ് കൊടുത്തങ്ങ് തുടങ്ങാം, ഒരു കുറച്ച് മാസത്തേന്. എന്നിട്ട് നമ്മൾ അവിടെ പോകുന്നു, എന്നിട്ട് അവനെ ഒന്ന് കാണുന്നു. ഡേയ്, ഞാനാണ് കെൻ റോസൻബർഗ്, നിങ്ങളുടെ പുതിയ അഡ്വക്കേറ്റ്. നിങ്ങളെ മീറ്റിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഞാൻ വന്നത്. ഓക്കെ, ഞാൻ സപ്ലയേഴ്സുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ ഭയങ്കര ഹൈപ്പിലിരിക്കുകയാണ്. പുതിയ ബിസിനസ് റിലേഷൻഷിപ്പ് തുടങ്ങാൻ പോവല്ലേ. സോ ഇപ്പം എല്ലാം നന്നായിട്ട് പോകണമെങ്കിൽ നമുക്ക് പൊളിക്കാം. ഇപ്പം എല്ലാം നമ്മുടെ വഴിക്ക് തന്നെ പോകുന്നത്. അപ്പോൾ അവർ സഹോദരന്മാരാണല്ലേ നമ്മുടെ ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അവരാണ് ചോപ്പറുള്ളവരുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അവർക്ക് ഓപ്പണായിട്ട് ഡീലിംഗ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പോവാം. കിട്ടിയോ? 100% പ്യൂർ കൊളംബിയൻ സാധനമാണ് മോനെ. ഞാൻ നോക്കട്ടെ, കാണിച്ചേ. ആദ്യം പൈസ കാണിക്കേ. എന്താ 10ൻ്റെ 20ൻ്റെ ഉണ്ട്. അപ്പോൾ ഡീല് സെറ്റ്. എടുക്കടാ നായ വണ്ടി. തലനാഴേക്കാണ് രക്ഷപ്പെട്ടത്. ഇപ്പം തലയോട്ടി മുട്ടിപ്പോയനെ പോണ്ടാരടങ്ങാനായിട്ട്. ഓരോ തീട്ടം. പോയി കിടന്നുറങ്ങണേ. നീ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ നിന്നെ രാവിലെ ഓഫീസിൽ കൊണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഹലോ സണ്ണി. ടോമി, ഇതെവിടെ ആയിരുന്നു? എത്ര കാലമായി കണ്ടിട്ട്? മനസ്സിലായി. നീ ഒരുപാട് ഇമോഷൻസ് കൊണ്ട് പതറുകയാണ്. എന്താ അതൊക്കെ ശാന്തമായിട്ട് പറ. അങ്ങനൊന്നുമില്ല. ഫാമിലിയെക്കുറിച്ച് ഓർത്ത് ബേജാറാവണ്ട. ഫാമിലിയുടെ കാര്യം അവന്മാർ നോക്കിക്കോളും. സോ ഇന്നലത്തെ ഡീലിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി പറ. സണ്ണി, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ആ ഡീലൊരു സെറ്റപ്പായിരുന്നു. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 2 അവന്മാർ വെടിവെച്ച്. എൻ്റെ വർത്താനം പറയലടാ ടോമി തൈരേ. നിൻ്റെ ക്യാഷുണ്ടോ? ഇല്ല, ക്യാഷ് ഞാൻ അവിടെ ഇട്ടിട്ട് ഓടി. കള്ള കഴിവേറി. അതെൻ്റെ പൈസ ആയിരുന്നടാ, എൻ്റെ പൈസ ആയിരുന്നു. ടോമി, എന്നോട് കളിക്കല്ലേ. എന്നോട് കളിച്ചാൽ ഉള്ള ഫലം എന്താണെന്ന് നിനക്കറിയാമല്ലോ. സണ്ണി, ഞാൻ ഫണ്ടെല്ലാം സെറ്റ് ചെയ്ത് തരാം. ചരക്കും നിൻ്റെ ഇത് പോയ ഫണ്ടും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീ അടങ്ങ്. ടോമി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ഇത് കളിപ്പാക്കണ്ട. ഇതിപ്പോൾ നിനക്ക് പകരം വേറെ ആരെങ്കിൽ അപ്പം തന്നെ തീർത്തേനെ. നീ ആയതുകൊണ്ടാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത്. സണ്ണി, വിഷമിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ, എനിക്കറിയാം, ഞാൻ വിളിച്ചോളാം. പോത്തിൻ്റെ പോയി കിടന്നുറങ്ങാനാവും പറയുന്നത്. ഞാനിന്നലെ രാത്രി മുഴുവൻ ഈ കസേരയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കാപ്പിയും കുടിച്ചിരിക്കുമായിരുന്നു. ഇങ്ങനൊരു പണി ജീവിതത്തിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. ഈ ഗൊറില്ലകൾ ഇവന്മാർ വന്നിട്ട് ഈ ഓഫീസ് നശിപ്പിച്ച് എന്നെ തട്ടുകൊടനെ. ഞാൻ ലോസ്കോയിൽ പോയത് ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇനിയിപ്പം നീ പറ, നമ്മളിപ്പോൾ എന്നാ ചെയ്യും? അവിടെ അടങ്ങിയിരി, റിലാക്സ് ആവുക. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. എയർപോർട്ടിൽ ഷൂട്ടിങ് നടത്തി നമ്മുടെ ചരക്ക് കൊണ്ടുപോയി തരാൻ നമ്മളാദ്യം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ സാധനം തിരിച്ചെടുക്കുന്നു. പ്രശ്നം സോൾവ്. അത് കൊള്ളാം. അത് നല്ല ഐഡിയ ആണ്. ഞാൻ നിനക്ക് ഒരുത്തരെ പരിചയപ്പെടുത്തി തരാം.
ഒരു ഒരു കേണൽ ലാൻ വാർസിയ കോട്ടക്സ് ഇങ്ങേരാണ് എനിക്ക് ഡീലിങ് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ അങ്ങേറെ ഒരു പ്രൈവറ്റ് യാച്ചിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. വമ്പൻ സ്രാവുകളൊക്കെ അവിടെ വരുന്നുണ്ട്. എനിക്ക് ഇൻവൈറ്റിംഗ് ഉണ്ട്, പക്ഷേ ഞാൻ പോകുന്നില്ല. എനിക്ക് പകരം നീ ഇത് വെച്ച് അങ്ങേരെ പോയി കാണണം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ പോയി ഉണ്ടായിരിക്കടാ, ഞാൻ പോയി തൊലച്ചിട്ട് വരാം. ഡേ നീ പുലികളി കാണാൻ പോവല്ല, മാന്യന്മാരും വലിയ ടീമുകളൊക്കെ വരുന്ന പരിപാടിയാണ്. അതുകൊണ്ട് കുറച്ച് മാന്യമായിട്ടുള്ള വേഷത്തിൽ പോകണം. ഇതിനെന്താണോ കുഴപ്പം? ഈ കോമാളി വേഷത്തിലല്ല അങ്ങോട്ട് പോകേണ്ടത്. ഞാൻ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ അടുത്തു നിന്ന് വന്ന ആളാന്ന് പറഞ്ഞാൽ മതി, ഈ സംഭവം കാണിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചോദിക്കോളും. Nice bike. ബൈക്ക് തിരുവല്ല സ്റ്റാൻഡിൽ കൊടുത്താ പട്ടി. വേണ്ട, ഞാൻ ജവാനെ അടിക്കത്തുള്ളൂ. വെൽക്കം. എനിക്ക് മനസ്സിലായി, നിങ്ങളെ മറ്റേ റോസംബർഗ് പറഞ്ഞിട്ട് വന്നതല്ലേ? ഞാൻ കുറച്ച് ബിസിയായിരുന്നു, ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പേര് പറഞ്ഞത്? ടോമി. പുള്ളിക്ക് കുറേ സുഖമില്ല, അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പം ഞാൻ എൻ്റെ മോളെ പരിചയപ്പെടുത്താം. മോളെ, ഇവനാണ് ടോമി. ഇവനെ നമ്മുടെ ഗസ്റ്റുകൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അമ്പടാ ചങ്കോ ചകോ. എവിടെ ആയിരുന്നടോ? ഇപ്പോഴാണോ കയറി വരുന്നത്? വളരെ സോറി. അതൊന്നും സാരമില്ലടോ. നമ്മുടെ ബിസിനസ്സൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമാണ്. ചരക്കൊന്നും അങ്ങോട്ട് മൂവ് ആവുന്നില്ല. ഇതാരാ ചിരട്ടത്തലയൻ? ഇങ്ങോട്ട് വാ, രണ്ടെണ്ണം അടിക്കാം. My friend back into town. Another time, Ricardo. Will you be working for my father? ചിലപ്പോ. And me resting my hand in your lap? കൈയിട് വന്ന. Difficult having a rich and powerful father. Vamos. Now, handsome. പിന്നെ കാണാം മോളൂസേ. നീ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നോ? ഞാനിങ്ങനെ മുള്ളേ നിൽക്കുക ഇവിടെ. പോയ കാര്യം എന്തുമായി? ജയിലിനെക്കാട്ടി കൂടുതൽ ക്രിമിനൽസ് ഉള്ള ഈ ടൗണിലാണ്. ഒരു കണ്ണാപ്പിയുണ്ട്, അവൻ ഈ കൂളിൻ്റെ ഹാൻസിൻ്റെയൊക്കെ ബിസിനസ്സാണ്. നീ പോയി അവനെ കാണണം. എന്തോ മ്യൂസിക് എന്തോ പരിപാടിയൊക്കെ അവനിപ്പം. അവന് ഇവിടുത്തെ എല്ലാ വലിയ ഗ്യാങ്ങിനെയും അറിയാം. ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. മോളൂസേ, എന്താ പരിപാടി? നീയാണോ കണ്ണാപ്പി അഖില്? മോളൂസേ പോലെ പറഞ്ഞു തീർന്നില്ല. ഞാൻ റോസംബർഗിൻ്റെ അടുത്തുനിന്ന് വരികയാണ്. റോസംബർഗോ? വേട്ടാവളിയൻ. ആ പറട്ടത്തല്ലേ, എനിക്കറിയാം. ആ പോക്കറ്റടി കേസൊക്കെ വാദിച്ചെടുക്കുന്ന മരമണ്ടൻ. അവന് കേസ് കൊടുത്താൽ പിന്നെ ജീവപര്യന്തം പിന്നെ കയറാവും. നിനക്കെന്നാ പ്രശ്നം? കൂട് വേണോ? കോമാളി, കൂടും വേണ്ട, ഒരു കിണ്ടിയും വേണ്ട എനിക്ക്. എൻ്റെ $22,000 ഒരു പെട്ടി നിറച്ച് ചരക്കുവാണ് പോയത്. നിനക്ക് അതിനെപ്പറ്റി വല്ലവരെങ്കിൽ പറയടാ നായേ. അത് ഓഷ്യൻ ഡ്രൈവിൻ്റെ അവിടെ ഒരു ഷെഫുണ്ട്, പുള്ളിക്ക് ഇതിനെപ്പറ്റി ഈ വക ഡീലിങ്സിനെ പറ്റിയൊക്കെ അറിയാവുന്നത്. പോയി അവരോട് ചോദിക്കേ. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരുന്നത്. നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. കൊണ്ടാരം വായിരുന്ന കൂളും പോയി. ഇവിടെ ഒരു ചിക്കുണ്ടായിരുന്നല്ലോ മോളൂസേ. ഈ കാലമാണം ചത്തല്ലോ. എന്തുവാടേ കയറ്റി കൊന്നവനെ? എന്നാ നിൻ്റെ നെഞ്ചത്തോട്ടും കേട്ടണോ? ചില്ലാവ് ബ്രോ, ചില്ലാവ്. എനിക്ക് നീ അന്വേഷിക്കുന്ന സാധനം തന്നെയാണ് വേണ്ടത്. ചരക്കും പിന്നെ പണവും. എൻ്റെ ചേട്ടൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിച്ച് ഞാൻ തുമ്പ് പിടിച്ച് വന്നത്. അപ്പോഴത്തേന് നീ ഇവനെ തട്ടിക്കളഞ്ഞു. ഒരു ആക്സിഡൻറ്റ് പറ്റിയാടെ വിട്ടുകളാ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇപ്പോൾ ഈ സ്ട്രേഞ്ച് പ്ലേസിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു ധാരണയിൽ ഇനിയിപ്പോൾ മുമ്പോട്ട് പോവാം. എൻ്റെ ബാഗ് സേഫാടേ, പേടിക്കണ്ട. ഇതാ ഷെഫിൻ്റെ ആൾക്കാരാ. ഈ പിസ്റ്റൽ പിടി.
ഇതിലേ വരൂ. ഈ ടൗണിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വള്ളിയായിരിക്കും. നമുക്ക് ലോക്കൽ ഗൺ ഷോപ്പ് വരെ ഒന്ന് പോകണം. ഞാൻ പോയിട്ട് എനിക്കെന്താ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ പിന്നെ നിന്നെ വിളിക്കാം. ഓക്കെ ടോമി. തൈര് കാലവാട പേടിപ്പിക്കാനായിട്ട് മൂത്രവും പോയി. ഇനി പുതിയ പാൻറ്റും എടുത്തിടണം. നമുക്ക് കോൺട്രാക്ട് ചെയ്യാത്ത സൈക്കോകൾ ഭ്രാന്തന്മാർ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. പൈസ എന്തിയേ? നീ അടങ്ങ്. ഞാൻ അതിനെപ്പറ്റിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇപ്പോൾ റോഡിൽ കൂടെ തേരാപ്പാര നടക്കുമില്ലയോ? അവന്മാരിപ്പം നമ്മളെ തട്ടാൻ വരും. ഇപ്പം അവന്മാർക്ക് നമ്മളൊരു ഫേവർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഫേവർ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ പോയി അവന്മാരെയൊക്കെ പേടിപ്പിക്കണം. എനിക്ക് UKG പഠിക്കുന്ന പിള്ളേരെ പോലും പേടിപ്പിക്കാൻ പറ്റിയല്ല. ആ ജെറി എന്ന് പറഞ്ഞവരെ വേണം നമ്മൾ പോയി പെരട്ടാൻ. ഒന്നുകിൽ ജെറി അല്ലെങ്കിൽ അവൻ്റെ കസിൻ ജോർജിയോ. ഇത് രണ്ടുപേരിൽ ഏതെങ്കിലും ഒരുത്തനെ പോയി പേടിപ്പിക്കണം. ഞാൻ പോയി ജെറിയുടെ കാറ് തല്ലി പൊട്ടിക്കുക. എന്നിട്ട് അവന്മാരെ ഒന്ന് പേടിപ്പിക്കുക. ആ ജെറിയെ ഞാനൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. അവൻ ഇച്ചിരി സീനാണ്. നീ ഇച്ചിരി ഹാർഡായിട്ട് എന്തെങ്കിലും ചെയ്യും. ടോമി എന്തൊക്കെയുണ്ട്? എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? അല്ല, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത് AB. നിങ്ങൾ പാർട്ടി വെച്ച് കണ്ടെന്ന് തോന്നുന്നു. ഏവറിക്ക് നമ്മളോടൊരു കോൺട്രാക്റ്റിനെ പറ്റി സംസാരിക്കാനുണ്ട്. നമ്മളിപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുക. നമുക്ക് അതെങ്ങനെയും ഫിക്സ് ചെയ്യാൻ നോക്കാം. ഒന്നാമത് മനുഷ്യന് പ്രാന്ത് പിടിച്ച് കവ കയറി ഇരിക്കുക. അത് ചാവതരി പിന്നെ കൈ 2 പൈസയ്ക്ക് ഉണ്ടാക്കിയിട്ട് ചാവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അടങ്ങ്. ഞാൻ ഡീൽ ആദ്യം പറയട്ടെ, എന്നിട്ട് സംസാരിക്കേ. ശരി. ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറ. ഞങ്ങൾക്കൊരു സ്ഥലം നോട്ടമുണ്ട്. പക്ഷേ അവന്മാരത് വിൽക്കുന്നില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട്, ഇപ്പോൾ അവിടെ റൈറ്റ് കിടക്കുവാണ്. നീ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ സ്ഥലം മുഴുവൻ നശിപ്പിക്കണം. ആദ്യം പോയി ആ വർക്കേഴ്സിൻ്റെ തുണി സെറ്റ് ചെയ്യണം. ഒരു സമരത്തിൻ്റെ ഇടയ്ക്കോട്ടാണല്ലോ കയറി ചെല്ലുന്നത്. പണിയാവുമല്ലോ. മിസ്റ്റർ വെർസറ്റി വരണം. കുറേ ദിവസമല്ലേ കണ്ടിട്ട് ഇരിക്കുക. കടലിൽ ഇത് ഫ്രഷായിട്ട് പിടിച്ച ഞണ്ട. വേണ്ട, ഞാൻ വിളിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂച്വലായിട്ടൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ഗോൺസാലസ് ആണ്. നമുക്ക് 2 പേർക്കും തലവേദനയായിട്ട് തുടരുന്നത്. പക്ഷേ ഇപ്പോൾ അവനെ ഒറ്റയ്ക്ക് എനിക്ക് പണിയാൻ പറ്റത്തില്ല. കാരണം അവനിപ്പം കുറച്ചുകൂടെ ഹൈ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി ഗോൺസാലസിനെ തട്ടണം. അവനാണോ ഞങ്ങളുടെ ചരക്ക് തട്ടിയത്? എനിക്ക് പൈസയാണ് ആവശ്യം. മോനെ, ഇതിന് ഞാൻ നിനക്ക് സെപ്പറേറ്റ് റിവാർഡ് തരാം. അത് കഴിഞ്ഞിട്ട് നിൻ്റെ നഷ്ടപ്പെട്ടു പോയ ചരക്ക് പടവും നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കുന്നു. അവനവൻ്റെ ആ പുതിയ പെൻ്റ് ഹൗസിൽ കുടിച്ച് വലത്ത് ചത്ത് കിടക്കുമായിരിക്കും. ഇത് കൊണ്ടുപോയിട്ട് അവനെയൊക്കെ കീറി വലത്ത്. ടോമി, ഇതാണ് ഡൊണാൾഡ്. ഇതാണ് ടോമി. ഇവനാണ് ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ ആള്. ഹലോ ടോമി. ഉണ്ടായിരി വന്ന ആദ്യം ഞങ്ങൾ പറഞ്ഞ് ഡീലാക്കട്ടെ. ഈ ഗ്യാങ് വാർ കാരണം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഡിമാൻഡ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെ ഇവിടെ അടുത്തൊരു ഏഷ്യൻ ഗ്യാങ്ങിലോട് മരിച്ചുപോയി. ക്യൂബൻസാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ഒരു ക്യൂബൻ്റെ വേഷത്തിൽ പോയിട്ട് ഇപ്പോൾ അതിൻ്റെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ആ ഫ്യൂണറലിൽ ക്രാഷ് ചെയ്യണം. ഡൊണാൾഡേ, ഫണ്ട് ഒക്കെ റെഡിയല്ലേ? ടോമിക്ക് കൊടുത്തേക്ക്. അപ്പോൾ നീ ഒരു തലയെക്കെട്ട് ഒരു പിന്നിനൊക്കെ മേടിച്ച് ആ ലുക്കിൽ പോയിട്ട് വേണം ഇത് നടത്താൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിമാൻഡൊക്കെ കൂടും. എന്തുവാടേ ഈ ബിസിനസ്സൊക്കെ തകർത്തു പോകുന്നതിൻ്റെ ആഘോഷമാണോ ഇത്? ആ കുന്ത്രാണ്ട് എടുത്ത് എൻ്റെ മോത്തേക്ക് ഒന്ന് മാറ്റേ. ടോമി, ഇനി ഒരുത്തരും എൻ്റെ തലയെ തൂറാൻ പറ്റത്തില്ല. നിന്നോട് എനിക്കൊരു കാര്യം പറയട്ടെ. നീ ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബോട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ എല്ലാ കള്ളക്കടത്തുകാർക്കും ഒരൊറ്റ ഡ്രീമേ ഉള്ളൂ, ഫാസ്റ്റസ്റ്റ് ബോട്ട്. അത് നേടണം. അപ്പം നമ്മുടെ ഗ്യാങ്ങുകൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. ഇവിടുത്തെ ബോട്ട് യാർഡിൽ ഒരു കിടിലക്കാച്ചി ബോട്ട് വന്നിട്ടുണ്ടെന്ന്. ടോമി, നീ പോയി ആ ബോട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുതരണം. കൊണ്ടാരം എനിക്കിട്ടുണ്ടാക്കാതെ നോക്കൂലേ.
ഈ പ്ലാസ്റ്റിക് തീട്ടം കാരണം മനുഷ്യന് തലവേദന എടുക്കുന്നു, നശിപ്പിക്കും. എൻ്റെ ഫേവറേറ്റ് സിനിമയുടെ CD ഇട്ടിട്ടാണ് ഞാൻ പ്ലേ അടിക്കാൻ നോക്കിയത്. ഈ പണ്ടാരം വർക്കാവുന്നില്ല. പിന്നെ എന്താ ചെയ്യണം? എടോ താനാദ്യം അതെടുത്ത് പ്ലഗ് ഓ തായിര് ആ ബോട്ട് ഇത്ര 500 എനിക്ക് മേടിക്കാനുള്ള ആസ്തിയുണ്ട്. അതുകൊണ്ട് അത് വിട്, കാര്യത്തിലേക്ക് കിടക്കാം. വൈസ് സിറ്റിയിലോട്ട് ഇപ്പം കെട്ടുകണക്കിന് ഫ്രീലാൻസേഴ്സ് വന്നടിയുന്നുണ്ട്. അവന്മാരവിടെ ആദ്യം എത്തുന്ന ബോട്ടിനാണ് കാർഗോ കൊടുക്കുന്നത്. അതുകൊണ്ട് നീ നമ്മുടെ പുതിയ ബോട്ട് എടുത്തുകൊണ്ട് മാക്സിമം സ്പീഡിൽ പോയിട്ട് ആദ്യം അടത്തണം. എന്നിട്ട് ആ കാർഗോ എടുത്തുകൊണ്ട് നീ ഇവിടെ വരണം. അപ്പോൾ ശരി, സമയം കളയണ്ട, ബോട്ട് എടുത്തിട്ട് വിട്ടോ. My own thing now. ഇവനാര്, രക്ഷകനോ? ടോമി, നിനക്കെൻ്റെ സഹായം വരും. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ബസ്സിൽ പിടിച്ച് കിടക്കാതെ ഞാൻ പറയുന്നത് കുറച്ച് കേൾക്ക്. ഒരു ദിവസം ഞാൻ നിന്നെ രക്ഷിക്കും. അന്നേ നിനക്കെൻ്റെ വില മനസ്സിലാക്കും. ആ തൊലി. ഓ, നമ്മുടെ പുറകെ പറയേണ്ട ഉണ്ടല്ലോടേ. അപ്പോൾ ഡിയാസാണ് നമ്മുടെ ഡീല് കുളവാക്കിയത്. നമ്മളെന്നാത്തിനെ പിന്നെ അവന് കുരിഞ്ഞു കൊടുക്കുന്നത്. ഈ സിറ്റിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ സിറ്റി ടേക്ക് ഓവർ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കും. കീടിയിലെ ഷൂട്ടിംഗ് ആയിരുന്നു ടോമി. ഇജാതി ഗെയിമിങ്. ഇനി നമ്മളൊരു പൊളി വിളിക്കും, കാണാം. ആ ടോമി, അപ്പം ഞാനിവിടുന്ന് പോവാണ്. കുറച്ച് പണി കിട്ടിയിരിക്കുകയാണ്. പിന്നെ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സിനും എന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ട്രെയിനിൽ പോകുന്നല്ലായിരുന്നോ സേഫ്? ആ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ അവന്മാരെന്നെ തട്ടും. പിന്നെ എനിക്ക് ഷിപ്പിനകത്ത് കുറച്ച് ലോഡ് സാധനങ്ങളും കൊണ്ടുപോകാറുണ്ട്. തോക്കുകൊണ്ടുള്ള ഹെൽപ്പ് വല്ലതും വേണോ? ആ ടോമി വാ, തോക്ക് തരാം. ടോമി, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ തീർന്നേനെ. താങ്ക്സ്. എന്തായാലും നീ ഇപ്പോൾ ഇവിടുന്ന് പോകണം. ദാ ഈ ബോട്ട് നിനക്കുള്ള ഗിഫ്റ്റാണ്, കൈവച്ചോ. ആ ടോമി, പിന്നെ ഒറ്റ കാര്യം കൂടെ. ഞാനിപ്പോൾ ഇവിടുന്ന് പോവാണല്ലോ. അപ്പോൾ എൻ്റെ മോള് മെഴ്സിഡീസ് ഇവിടെ ഒറ്റയ്ക്കാണ്. നീ ഒന്ന് നോക്കിക്കോണം. ആ കൊച്ചിത്രയും പ്രായമൊക്കെ ആയതല്ലേ, എന്നാലും ഞാൻ എൻ്റെ ഒരു കണ്ണും കാണും. അപ്പോൾ ശരി ടോമി, എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കാണാം. ഓക്കെ, പോയിട്ട് വാ. ആ ഒരു ആർമറി ഫുള്ളുണ്ട്. തായിര് എവിടെ നിന്ന് ഒപ്പിച്ചടാ ഇത്രയും തോക്ക്? ഓക്കടേ, M16 ഓട്ടോമാറ്റിക് കുളപ്പം സാധനമാണ്. കള്ളതായിൻ്റെ മക്കള് എന്നെ തട്ടാനായിട്ട് വരുന്നുണ്ട്. ടോബി, ഇവിടെ ഫുൾ ആ ചെറ്റൻ ആളുകളാ, സൂക്ഷിച്ചോടോ. എടാ കള്ള പന്നി ടോബി, നീ എന്നെ ചതിക്കാറായോടാ. നിന്റെ തീർക്കോടാ. കള്ള പന്നിയുടെ മക്കളെ, എൻ്റെ വീട് ഫുള്ള് കൊളാക്കി. എൻ്റെ ചേട്ടനെ തട്ടിയൻ്റെ ആടാ പന്നിയത്. ആ ടോബി, നീയും നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. നിന്നെ ഞാൻ ഉയരങ്ങളിൽ എത്തിച്ചേരെ. ഈ ബംഗ്ലാവ് ഫുള്ള് നമുക്ക് റീഡെക്കറേറ്റ് ചെയ്യണം. ഈ തൊലിഞ്ഞ ലുക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. എടാ കോമാളി ഉണ്ടായി, നീ എൻ്റെ ലോയറാണ്, അല്ലാണ്ട് ഇൻറ്റീരിയർ ഡിസൈനർ അല്ല കേട്ടടാ. ഈ ടൗൺ ഫുള്ള് കീഴടക്കാനുള്ള അവസരമാണിത്. ഇപ്പം വലിയ ഗ്യാങ്ങുകളൊന്നുമില്ല. അതെ അതെ, വൈസ് സിറ്റിയിൽ പുതിയ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവരും അറിയണം. ടോമി, ഇനി നിനക്ക് ഫണ്ടിൻ്റെ ആവശ്യം വരും. ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് ആണ്. അതെ അതെ, ഇനി കുറച്ച് മെനക്കെട്ടിറങ്ങണം. അപ്പം നമ്മൾ ഡിയാസിനെ തട്ടിയത് കൊണ്ട് ടൗൺ ഫുള്ള് നമ്മളെ വരട്ടിയിരിക്കുകയാണ്. അല്ലേ നമുക്ക് മണി ലോണ്ടറിങ് തുടങ്ങിയാലോ? മണി ലോണ്ടറിങ്ങിൻ്റെ അണ്ടി. എനിക്കറിയാം ഇനി ഫണ്ട് ഉണ്ടാക്കാനുള്ള വഴി എന്തുവാന്ന്. ഞാനിപ്പോൾ വരാം. ഞാനൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്. My livelihood destroyed. വെർസിറ്റി സിറ്റി ഇപ്പോൾ എൻ്റെ കൺട്രോളിലാണ്. എന്തു പറ്റി?
ചില ബാറുകൾ നമുക്ക് ഫണ്ട് തരുന്നില്ല. അവന്മാർ പറയുന്നത് അവന്മാർ ചില ലോക്കലത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഇവിടെ തൊലിഞ്ഞു കുത്തിയിരുന്നിട്ടാണോടാ ഹാൻഡിൽ ചെയ്യുന്നത്? നിങ്ങളുടെ രണ്ടും ഇവിടെ വാ, ഒരു പരിപാടിയുണ്ട്. വണ്ടി കയറാ പാഴികളെ. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവന്മാർക്ക് ഇപ്പം സെക്യൂരിറ്റി വേണം. മറ്റേ DCP സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഇവന്മാരെ ഏർപ്പാട് ചെയ്തത്. ഇനി ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം. എടാ മന്ദബുദ്ധി മരത്തലയാ, നീ എല്ലാം കുളമാക്കിയല്ലോടാ പട്ടി. സോറി അവന്മാർ പോലീസിനെ വിളിച്ച് ആ സ്പേസ് ഫുള്ള് ഞങ്ങൾ തീട്ടതാ. പക്ഷെ പെട്ടെന്ന് എന്തുവാടെ ഇവിടെ ഈ പമ്പര വിട്ടിയെ ഞാനൊരു സ്ഥലം കത്തിക്കാൻ വേണ്ടി വിട്ടതാ. ഇവൻ അവിടെ ചെന്ന് കത്തിച്ചിട്ട് കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ പോയിട്ട് പോലീസിനെ മുഴുവൻ ഇളക്കി. അടങ്ങിയിരി ടോമി, ഒരു കാര്യവും പകുതി വെച്ച് തീർത്തിട്ട് ഓടിപ്പോറില്ല. ഞാൻ ആലോചിക്കട്ടെ. പോലീസ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. നമ്മൾ അവിടെ പോയിട്ട് പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ മുഴുവൻ കത്തിക്കുന്നു. പക്ഷേ അവിടെ മുഴുവൻ ഇപ്പോൾ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോലീസ് വേഷത്തിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് നമ്മൾ പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ മുഴുവൻ കത്തിക്കുന്നു. ഇതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു മൈക്ക്. സോറി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലീസിനെ നമ്മുടെ പുറകെ കൊണ്ടുവന്നിട്ട് ലോക്കറിനകത്തോട് ഇടിച്ചു കയറ്റാം. എന്നിട്ട് അമ്മമാരവിടെ പൂട്ടിട്ട് നമുക്ക് വിളിച്ചാടാം. കിടിലൻ ഐഡിയ. വാ. കൊള്ളാം. പൊളപ്പൻ ഇത് ഹിറ്റാവും. ടോമി എന്താ ഇങ്ങോട്ടൊക്കെ? ഇത് നമ്മുടെ ടീം. ഇവന്മാരെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങളുടെ മ്യൂസിക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പൊളിയ. ഇവൻ്റെ പേര് പെർബ്, അവൻ്റെ പേര് ഡിക്ക്, പിന്നെ ബാക്കി ഇരിക്കുന്നതിൻ്റെ പേര് ജെയ്സൺ. ടോമി, ഞാൻ വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ചരക്ക് വേണം. എൻ്റെ ഉള്ള സാധനം ഒന്നും ഇവന്മാർക്ക് പോരാ. ഞങ്ങൾക്ക് കൂള് വേണോടാ, കൂള്. കൂള് വേണം. കൂള് തീർന്നിരിക്കുകയാണ് ഇവിടെ. എടാ നീ കുറച്ച് ഇവന്മാർക്ക് എവിടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് കൊടു. എന്താടാ കൂള് നോക്കിയിരിക്കുവാണോ? ഊംഫിക്കോ തച്ചോളി. ടോമി, എന്തുവാടെ പ്രശ്നം? സീനാണ് ടോമി, വൻ സീനാണ്. ടോമി ഫുള്ള് സീനായിട്ടിരിക്കുവാണ്. ഒരു സൈക്കോ ഉണ്ട്. ഞങ്ങൾക്ക് അവരെ പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ അവർ ഞങ്ങളെ പറ്റി എല്ലാം അറിയാം. ലേഡീസിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് കിടക്കുന്ന ഒരുത്തൻ. അതെ അവന് ഞങ്ങളെ തട്ടാൻ വേണ്ടി കിടക്കുവാണ് ടോമി. അവൻ ഞങ്ങളെ ചെറുപ്പത്തിൽ തന്നെ തീർക്കുമെന്നാണ് പറയുന്നത്. 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് വലിയൊരു പരിപാടിയുടെ കോൺട്രാക്റ്റ് കിട്ടും. അതിന് മുന്നേ അവനെ തീർക്കണം. So, Dad, I'm sorry. I'll see Luffist burn. Luffist ruined my life. Man, just go in, sit in a lobby until I'm finished then. Is she okay? I mean, apart from being an ugly, cheap cow. ബേക്കർ അവിടെ. ഞാൻ ബേക്കർ എന്ന് പറഞ്ഞ ഒരാൾ അന്വേഷിച്ച് വന്നതാണ്. ആരാണ് അന്വേഷിക്കുന്നത്? ടോമി വെർസിറ്റിയോ? എന്നെ കണ്ടിട്ട് പോലീസാണെന്ന് തോന്നില്ല. 1 മിനിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ. കെൻ പോൾ പറഞ്ഞു നിങ്ങൾക്ക് സെക്യൂരിറ്റി ജോബിൻ്റെ ആവശ്യമുണ്ടെന്ന്. കെൻ പോളോ? ആ പമ്പര വിട്ടിയാണോ നിന്നെ അയച്ചത്? കഴിഞ്ഞാണ് ആ മരത്തലയിൽ നിന്നാണ്ട് ആ ജനലിൽ കൂടെ ഓടിപ്പോവായിരുന്നു കണ്ടം വഴി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനെങ്ങനെ ജോയിൻ ചെയ്യും? ഇത് കണ്ട ആപ്പ ക്ലബ്ബൊന്നുമല്ല. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? നിനക്ക് കുത്തിയിരുന്ന് എത്ര പെഗടിക്കാൻ പറ്റും? കൂഗറ ഇവൻ്റെ ബൈക്ക് കൊടുത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. I'm not afraid to use it. We've all got one. Look how free I am. Fan feels so good. I feel you. കിട്ടി. യൂണിവേഴ്സിറ്റി കൂഗർ നിന്നെപ്പറ്റി പറഞ്ഞായിരുന്നു നീ ബൈക്ക് കാലാണ് ഓടിക്കുമെന്ന്. ഇനിയിപ്പോൾ എത്ര ടെസ്റ്റ് ഉണ്ടേ? ഞാൻ വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. ഇനി ഇതൊരു ഫൈറ്റിലാണ് എൻ്റെ ചെയ്യുന്നതെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ട് പോവാം. ഞാൻ കാണിച്ചു ഞങ്ങളുടെ ടീമിൽ ചേരുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ടോമി.
അതൊരു ഫാമിലിയുടെ പാർട്ടാവുക എന്നതുപോലെയാണ്. ഓ, ഞാൻ കുറേ ഫാമിലിയുടെ ഒക്കെ പാർട്ടായിട്ടുള്ളതാണ്, എനിക്കതൊന്നും ചേരാത്തില്ല ടോബി. പക്ഷേ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, എല്ലാവരും അടുത്തടുത്ത് നിൽക്കുന്നവരാണ്. ഈ ഫാമിലിയിലുള്ളത് ഈ ടൗണിലെ തന്നെ ഏറ്റവും വലിയ ടീമുകളും ഗ്യാങ്സ്റ്റേഴ്സുമാണ്. ഈ കൺട്രി തന്നെ പണിതവന്മാരുണ്ട് ഞങ്ങളുടെ ടീമിൽ. ഓ, ഞാൻ ഈ ടൈമിലൊക്കെ ജയിലിലായിരുന്നു. അതാണ് ഞാൻ നിന്നോട് പോയി അലമ്പുണ്ടാക്കാൻ പറയുന്നത്. ഈ ടൗണിൽ ഫുള്ള് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം നമുക്കേ അതിന് പറ്റൂ. പോയാൽ ബൈക്ക് എടുക്കുക, എന്നിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുക. ഹലോ മിച്ചേ, എന്തൊക്കെയുണ്ട്? ഇപ്പം മരണമാസ് ടോമിയെ പറ്റിയാണല്ലോ നാട് മുഴുവൻ ചർച്ച. നമ്മുടെ ക്ലബിന് വേണ്ടി എന്തുമാത്രം ഫൈറ്റ് ചെയ്യാൻ നിനക്ക് പറ്റുമെന്നൊന്ന് നോക്കണം. നമ്മുടെ ഒരു ബൈക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ കള്ളനടിച്ച് പറ്റിക്കൊണ്ടുപോയി. നമ്മുടെ പിള്ളേരെ വിട്ടാൽ പോയി അവനെ അറിഞ്ഞിട്ട് വരും. പക്ഷേ അത് വേണ്ട, ഞാൻ നിനക്കൊരു പണി തരാം. നീ പോയിട്ട് ആ ബൈക്ക് ഇങ്ങ് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ കെൻ പോളിൻ്റെ സെക്യൂരിറ്റിയുടെ കാര്യം ഞങ്ങൾ ഏറ്റു. ഹെല്ലഡേസ്, ഞാനെന്താ ചെയ്യാൻ പോകുന്നത് കേട്ടോ? ഞാനൊരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊല്ലും. എന്നിട്ട് നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിമിൽ എൻ്റെ പൊസിഷൻ ഇതാണ്, ഇതാ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ എന്നിട്ട് അയ്യോ എൻ്റെ പറയുള്ളിയേ, ഹോ എൻ്റെ ചുക്കാപ്പൊടി കത്തിപ്പോയേനെ ഇപ്പം. ടോമി മോനെ, ഞാൻ നിന്നെ നോക്കിയിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്തുവാടെ, എനിക്കൊരു ചായ കുടിക്കട്ടെ. ഞാൻ ചായയും കിട്ടിയൊന്നും വേണ്ട, ഒരെണ്ണം എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ. അതൊക്കെ കുറച്ച് ഹൈറ്റിയൻസിനെ തീർക്കാനുണ്ട്. ടോബി, ഇതിനൊക്കെ ഒരു പാമ്പിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്നറിയാമോ? ആദ്യം അതിൻ്റെ കുണ്ടി കടിക്കുക. നീ പോയി ഒരു ഹൈറ്റിയൻ കാർ ഒപ്പിച്ചുകൊണ്ട് പോവാ. എന്നിട്ട് വന്നിട്ട് നമ്മുടെ ഒരു പയ്യനുണ്ട്, അവനെയും കൂടെ കയറ്റിക്കൊണ്ട് പോകണം. എന്നിട്ട് ആ ഹൈറ്റിയൻസിനെ മുഴുവൻ അങ്ങ് തീർത്തേക്ക്. എന്നിട്ട് അവന്മാരുടെ ഒരു പ്രോസസ്സിങ് പ്ലാന്റ് ഉണ്ട് ഇവിടെ അടുത്ത്, അതും പോയി നീ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കേൾക്ക്. ഇവിടെ ഫുള്ള് കത്തട്ടെ. കുറച്ചുകൂടെ കാപ്പിതാ ടോബി. അയ്യോ അമ്പർട്ടോ, എന്ത് പറ്റി? ഈ ഹൈത്യൻസ് വീണ്ടും, ഈ ഹൈത്യൻസ് താറികൾ ഇവന്മാർ എനിക്കിട്ട് പണിതു. അവന്മാരുടെ ഒടുക്കണത്തെ പണിയായത്. ഇന്ന് ഞാൻ അവന്മാരെ മുഴുവൻ തീർക്കും. നമുക്ക് കുറച്ച് ബാക്കപ്പ് ആൾക്കാരെ വേണം. നമ്മുടെ കുറേ പേരെ ഇപ്പം എനിക്ക് നഷ്ടമായി. നീ നല്ലോണം വണ്ടി ഓടിക്കത്തിന് ടോൾസിനെ പോലെയാണോ? തമാശ തൊലിയൊക്കെ കള. പോയി വണ്ടി എല്ലാത്തിൻ്റെ നെഞ്ചത്തോട്ട് കയറ്റി പോയി. എൻ്റെ വണ്ടി എടുത്തോ, എന്നിട്ട് ആ ഹൈത്യൻസിൻ്റെ നെഞ്ചത്തോട്ട് പോയി കയറ്റ്. പിള്ളേരെ വിളി, നമ്മുടെ പവർ അവന്മാർക്ക് കാണിച്ചു കൊടുക്കണം. We're gonna fight like men. ഹലോ ആൽബർട്ടോ, ഗുഡ് മോർണിംഗ്. എടാ ടോമി, നിനക്ക് രണ്ട് മുഖമുണ്ട് ടോമി, രണ്ട് മുഖം. അല്ലേ നീ മുതുപാഴനാണ്. അവന്മാരിപ്പം എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്തമായിട്ട് പറ, എന്താണ് പ്രശ്നം? ടോമി, അവന്മാരിപ്പം എന്നെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ്, ഊക്കി വലത്തുവാണ്. മുമ്പർട്ടോ, ഇതൊക്കെ നീ തന്നെ വരുത്തി വെക്കുന്നതാണ്. നീ വിചാരിച്ചാൽ ഇത് തടയാൻ പറ്റും? നിനക്ക് ആരെങ്കിലും തീർക്കണോ? ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റായിട്ട് പറ, ഞാൻ ഡീൽ ചെയ്യാം. പക്ഷേ ഇച്ചിരി ഫണ്ടാവും. ടോമി, നമ്മൾ ബ്രദേഴ്സാണ്. നീ വളരെ ഉയർച്ചയിലോട്ട് പോകാനുള്ള ബിസിനസ്മാനാണ്. ഇനി അവന്മാർക്ക് തീരത്തൊരു ചരക്ക് വരാനുണ്ട്, കിടിലം ചരക്കാണ്. അത് നമ്മൾ തട്ടിയെടുത്തിട്ട് അവന്മാരെ തീർക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പണി. പിന്നെ നിന്നെ ഞാൻ വേറെ ലെവലാക്കും ടോമി, വേറെ ലെവലാക്കും. ഒരു ഇണ്ടിയും വേണ്ട, കുറച്ച് ക്യാഷ് റെഡിയാക്കി വെച്ചേക്ക്. ഞാൻ പണി കഴിഞ്ഞിട്ട് പോരാ. ഹലോ, ഇവിടെ ആരുമില്ലേ? വരൂ ടോമി, ഇവിടെ വന്നു റെസ്റ്റ് എടുക്കൂ. നീ ആണോ ടൗണിലെ പുതിയ ചട്ടമ്പി? ഇവിടെ ഇരുന്ന് വിശേഷങ്ങൾ ഒക്കെ പറയൂ. ഞങ്ങൾ കുറെ കാലം ആയിട്ട് ചത്തതുപോലെ ആണ്, പക്ഷെ നീ അല്ല. ടോമി, ഇപ്പോ ഒരുപാട് ആൾക്കാർക്ക് നിന്നെ ആവശ്യമുണ്ട്. ആന്റി പോലെറ്റിനെ നീ ഹെൽപ്പ് ചെയ്യൂ.
അവർക്ക് അപ്പോ നിന്നെ തിരിച്ചു സഹായിക്കാൻ പറ്റും. സംഭവം ഇതെന്തോ സംഭവം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഇത് സോറി, എനിക്ക് അഡ്രസ്സ് തെറ്റിപ്പോയി തോന്നുന്നു. നീ ഹെൽപ്പ് ചെയ്യ് ടോമി കുബൻസ് നാറികൾ. ഹീഷൻ ബോയ്സിനു പണി തന്നോണ്ട് ഇരിക്കുവാന് അവർ പോലീസിനു ഒറ്റിക്കൊടുക്കുന്നു. ടോമി നീ എനിക്ക് ചരക്ക് കൊണ്ടു തരണം. ഓക്കെ ഞാൻ കൊണ്ടുതരാം. ഹലോ ഇവിടെ ആരും ഇല്ലേ? ഞാൻ ഒരാളെ ഇവിടെ തപ്പി വന്നതാണ്. കണ്ടിട്ട് നല്ല വിശപ്പുണ്ടല്ലോ ടോമി. ഞാൻ നിങ്ങളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒറ്റ മിഷൻ കൂടെ നീ ചെയ്യണം, എന്നിട്ട് നിനക്ക് പോകാം. എന്റെ ബോയ്സ് ക്യൂബൻസ് നെ തീർക്കാൻ പോയിരിക്കുവാൻ. തോക്കുകൾ ഇല്ല, നീ തോക്ക് ആയിട്ട് പോയി അവരെ ഹെൽപ്പ് ചെയ്യ്. നീ ഈ ടാസ്ക് കൂടെ എനിക്ക് ചെയ്താൽ മതി. ഓക്കെ ആൻറ്റി, ഞാൻ തീർത്തിട്ട് വരാം. ടോമി നോക്ക്, ഞാൻ ഇവിടെ ചെറിയൊരു ബാറ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെ വലിയൊരു ബാറുണ്ടല്ലോ, പിന്നെ എന്തിനാ. എന്തായാലും നീ പറഞ്ഞ ചോക്ക് ബോർഡ് ഞാൻ സെറ്റ് ചെയ്തു. ഈ വക്കീൽ ഓണത്തെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. എനിക്കിനി ഒരു സേഫാണ് വേണ്ടത്. സേഫ് ഓക്കെ ഒരു പയ്യനുണ്ട്, ഇവൻ നിന്നെ ഞെട്ടിക്കും. ആ പുലൻ അകത്താണ്. എന്തോന്ന് അകത്തോ? അതെ അവൻ്റെ ഉള്ളില. ഇപ്പം പരോള് കിട്ടാറായെന്ന് തോന്നുന്നു. ക്യാം ജോൺസ് എന്നാണോ പേര്? അതെ അത് ഞാനാ. നിന്നെ ഞാൻ വിളി ഇറക്കാം. Washington Beach. This was 1021 North Washington Beach. നമുക്ക് നല്ല കൂളായിട്ട് വെടിവെക്കുന്ന ഒരുത്തരം ആവശ്യമുണ്ട്. ടോമി എന്തോന്ന് കൂള് വേണോ? കൂള് വേണോ എന്നോട് ചോദിച്ചാൽ പോരെ? കൂളിപ്പം തരാം. എന്തായാലും മരത്തലയാൻ കോമാളി. ഒരു കൂളും വെച്ച് അടക്കണം പോയിരി. മാറിക്ക് തച്ചോളി. റിലാക്സ്. നിനക്കെന്താ തോന്നുന്നത്? കാസിഡി എന്ന് പറഞ്ഞൊരുത്തരാണ് ഈ ടൗണിലെ ഏറ്റവും വലിയ ഷൂട്ടർ. അതെ, അവൻ പണ്ട് ആർമി ഉണ്ടായിരുന്ന ഒരുത്തല. എനിക്ക് സംശയമുണ്ട്, പക്ഷെ അവൻ നന്നായിട്ട് ഷൂട്ട് ചെയ്യും. അവൻ നമ്മുടെ ടൗണിലെ ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ അവിടെ കാണും. നീയാണോ ഫിൽ കാസിഡി? അതെ എന്താടാ? എനിക്ക് നല്ല ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ അറിയുന്നതന്നെ വേണം. പക്ഷേ ഈ സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നില്ല. 80 മീറ്റർ ദൂരെ നിന്നാൽ നിൻ്റെ തലയൊട്ടി ആ മുട്ടിക്ക് കാണണോ? അത്രയ്ക്കായോ? അതെ, ഞാൻ ആർമിയിൽ ഷൂട്ടറായിരുന്നു. അവിടെ ചുമ്മാ വെടിവെച്ച് കിടക്കുമായിരുന്നു. ഞാൻ ടാക്സ് അടയ്ക്കാൻ നന്നായി. തമാശയാണോ? തമാശ. കളി വേണ്ടതൈനെ പോയി വെടിവെച്ച് കടിക്ക്. നമുക്ക് നല്ല കൂളായിട്ട് വെടിവെക്കുന്ന ഒരുത്തരം ആവശ്യമുണ്ട്. ടോമി എന്തോന്ന് കൂള് വേണോ? കൂള് വേണോ എന്നോട് ചോദിച്ചാൽ പോരെ? കൂളിപ്പം തരാം. എന്തായാലും മരത്തലയാൻ കോമാളി. ഒരു കൂളും വെച്ച് അടക്കണം പോയിരി. മാറിക്ക് തച്ചോളി. റിലാക്സ്. നിനക്കെന്താ തോന്നുന്നത്? കാസിഡി എന്ന് പറഞ്ഞൊരുത്തരാണ് ഈ ടൗണിലെ ഏറ്റവും വലിയ ഷൂട്ടർ. അതെ, അവൻ പണ്ട് ആർമി ഉണ്ടായിരുന്ന ഒരുത്തല. എനിക്ക് സംശയമുണ്ട്, പക്ഷെ അവൻ നന്നായിട്ട് ഷൂട്ട് ചെയ്യും. അവൻ നമ്മുടെ ടൗണിലെ ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ അവിടെ കാണും. നീയാണോ ഫിൽ കാസിഡി? അതെ എന്താടാ? എനിക്ക് നല്ല ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ അറിയുന്നതന്നെ വേണം. പക്ഷേ ഈ സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നില്ല. 80 മീറ്റർ ദൂരെ നിന്നാൽ നിൻ്റെ തലയൊട്ടി ആ മുട്ടിക്ക് കാണണോ? അത്രയ്ക്കായോ? അതെ, ഞാൻ ആർമിയിൽ ഷൂട്ടറായിരുന്നു. അവിടെ ചുമ്മാ വെടിവെച്ച് കിടക്കുമായിരുന്നു. ഞാൻ ടാക്സ് അടയ്ക്കാൻ നന്നായി. തമാശയാണോ? തമാശ. കളി വേണ്ടതൈനെ പോയി വെടിവെച്ച് കടിക്ക്. എല്ലാം ഞാൻ വിചാരിച്ചവർ നടക്കുന്നുണ്ട്. പ്ലാൻ എന്തുവാ? പ്ലാനെല്ലാം നീ കൊണ്ട് കുളവാക്കൂല്ലേ? നമുക്കൊരു ഡ്രൈവറിനെ വേണം. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ചിൻഡർ ജോയുടെ കൂടെ കിട്ടുന്ന കളിപ്പാട്ടോടെ ഓടിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? നമ്മുടെ ഒരു ചെക്കനുണ്ട്, ഞാൻ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ വരുത്താം. യോമാൻ, എത്ര പെട്ടെന്ന് ഇവിടെ വരണം. നമുക്കൊരു ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട്. ഒരു മിഷനുണ്ട്. അല്ല പുള്ളി സർവീസ് ഉണ്ടായിരുന്ന ആളല്ല, കണ്ടിട്ട് തോന്നില്ല. ഓക്കെ, ആൾ റെഡിയാണ്. പക്ഷെ അവന് നീയുമായിട്ടൊന്ന് റേസ് ചെയ്യണം. അവനെ റേസ് ചെയ്ത് തോപ്പിച്ചാൽ മാത്രമേ അവന് നിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവൻ വെളിയിൽ പോരും. നീയാണോ പുതിയ? ടോമിയോ?
ഓ തൈര് ഇങ്ങേറെടുത്തോട്ടായിരുന്നോ പറഞ്ഞു വിട്ടെ. എടാ ഒന്നുമില്ല, സംഭവം എന്ന് വെച്ചാൽ നീ എന്നെ റേസിങ് തോപ്പിച്ചാൽ ഞാൻ നിൻ്റെ അട്ടർ വർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതായിരിക്കും നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. ടോമി, നിനക്ക് വക്കീലായിക്കൂടെ? നീ എന്നെ അടിച്ച് കിണ്ടിയായിട്ടായി പറയുന്നത്. ഇത് അത്ര സിമ്പിൾ പ്ലാനൊന്നും അല്ല. ആർക്കാ ഇവിടെ സിമ്പിൾ പ്ലാൻ വേണ്ടത്? കമ്മ്യൂണിസം എന്ന് പറയുന്നത് സിമ്പിൾ പ്ലാൻ അല്ലായിരുന്നു. എന്നിട്ട് റഷ്യ അതെങ്ങനെ എടുത്ത്? അടങ്ങിയിരിക്കടേ, അടങ്ങിയിരി. ഈ ടീം വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ക്യാമുണ്ട്, പിന്നെ ഞാനും നീയും ഫില്ലും കൂടെ സെക്യൂരിറ്റി നോക്കിക്കോളും, പിന്നെ ഹിലാരി വണ്ടി ഓടിക്കും, പിന്നെന്താ. അപ്പോൾ ടോമി, ഞാനല്ലേ നിൻ്റെ മെയിൻ ആള്. ഞാനാണ് നിന്നെ ഈ ലെവലിൽ എത്തിച്ചേ. പണി കഴിഞ്ഞ് വരുമ്പോഴത്തേന് 2 ജവാൻ മിക്സ് ചെയ്ത് വെച്ചേക്ക്. ഇജാതി ഊക്ക്. അല്ല, ഞാനെന്താ ക്ലിയറായിട്ട് ചെയ്യണ്ടേന്ന് പറഞ്ഞില്ലേ? നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ ഒരു ബാങ്കിലോട്ട് കയറി ചെല്ലുന്നു, തോക്ക് കാണിക്കുന്നു, എന്നിട്ട് പൈസ എല്ലാം തട്ടിയെടുക്കുന്നു. ജസ്റ്റ് ഇത്രേ ഉള്ളൂ പരിപാടി. ഈ ഏരിയ തന്നിട്ട് റൗണ്ട് അടിച്ച കേട്ടോ, ദൂരോട്ടൊന്നും പോകണ്ട. ശരി ടോമി. ആരും അടങ്ങരുത്, എല്ലാരും ഭിത്തിക്ക് നേരെ തിരിച്ചേക്ക്. ഫിൽ ഹോൾഡ് ചെയ്തേക്ക്. ക്യാം ലോക്കർ വീഴില്ല. വാ വാ. ഫിൽ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അതെ, ഒരു പ്രശ്നമില്ല, എല്ലാം സ്മൂത്താ. ഇത് ടൈം ലോക്കാ. നീയൊക്കെ ഇപ്പം നിർത്തുന്ന നല്ലത്. എനിക്ക് ടൈം ലോക്ക് ബൈപ്പാസ് ചെയ്യാൻ അറിയാം. ജസ്റ്റ് നിന്റെ കീ കോഡ് കിട്ടിയാൽ മതി. എന്തേലും കഴപ്പ് കാണിച്ചാൽ നിന്റെ തലയാൻ പുഴി വെച്ച് പൊട്ടിക്കും. ഞാൻ ഫില്ലിനെ നോക്കിയിട്ട് ഇപ്പോൾ വരാം. കോപ്പ അലർത്ത തുടലെന്നല്ലടാ പറഞ്ഞേ. നീ ഇപ്പോൾ സ്വാറ്റ് ടീം ഇവിടെ വരും. ടോമി, എനിക്കിവിടെ കുറച്ച് ഹെൽപ്പ് വേണം. കൂട്ടിയെന്നോ? നിന്റെയൊക്കെ വ്യാമോഹമാണ് മക്കളെ. ടോമി, ലോക്കർ ഞങ്ങൾ തുറന്നു. അവന്മാരുടെ റിട്ടയർമെന്റ് ഫണ്ട് വരെ തൂക്കിക്കോ. വാ. അവന്മാർ ഇങ്ങോട്ട് കയറി വരുവാ. കവറിട്. ഞാനെത്തി, വണ്ടിയെ കയറ് ടോമി. Havana. Section of Brook. ഹലോ ഫിൽ, ഓടിക്കോ. ഡീലേഴ്സിന് പണിതിട്ട് വരാം. Yo, I said, what are you doing driving like that? ഹലോ, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേടേ. ആരോടെ ഉണ്ട്? പെട്ടെന്നെടുക്ക്. ഹലോ, കോട്ടിട്ടവനെ, നീയാണോ ഇവിടുത്തെ ന്യൂ ഓർഡർ? അതെ, ഞാനാ. ഇവിടെ സ്പീഡുള്ള ബോട്ടാണ്. അതാണ്ടാ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവനത് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. സംഭവം 300 ഹോഴ്സ് പവറുള്ള എഞ്ചിൻ അതിനകത്ത്. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മിന്നൽ. വെറും 4 സെക്കൻഡിൽ 100 കയറി ബോട്ട്. പോയി എടുക്ക്. പറക്കാൻ റെഡിയായിട്ട് ഇരിക്കുക ബോട്ട്. ലൈറ്റർ ഉണ്ടോ? Waves. Absolutely. But remember, this radio station could disappear. The voice of unprofitable radio could be silenced. One day you wake up, roll over, and she's gone. You go into the kitchen, there's a note scrawled, the sound of a taxi leaving in the distance, a thunderstorm rolls in. It's a... മിസ്റ്റർ വർസിറ്റി,
താങ്കളാണോ ഈ പഴയ പ്രിൻറ്റിംഗ് പ്രസ് മേടിച്ചത്? അതെ, എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ മെഷീൻസ് വർക്ക് ചെയ്തിരുന്നു. ഞാൻ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു. എനിക്കിതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ ഫീൽഡ് വേറെയാണ്. താൻ ഇത് പൊളിച്ച് വിൽക്കാനുള്ള ശ്രമമാണോ? ഞാൻ വിചാരിക്കുന്നത് ഇത് വെച്ച് വീണ്ടും നമുക്ക് പ്രിൻറ്റിങ് ഞാനിതിൽ പൈസ പ്രിൻ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇതിൽ പൈസ അച്ചടിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഓഹോ, പക്ഷേ നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള പ്ലേറ്റ്സ് വേണം മോനെ. ശരിക്കും ഇവിടെ ഓൾറെഡി ഒരു കള്ളനോട്ടൊരു സംഘം ഫ്ലോറിഡയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിൻഡിക്കേറ്റോ? അതെ, പക്ഷേ എനിക്കുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എനിക്കിതിനെപ്പറ്റി അറിയാവുന്ന ഒരുത്തനെ അറിയാം. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. നിനക്ക് കള്ളനോട്ടടിയെ പറ്റി എന്തൊക്കെ അറിയാം? ഹായ് പോൾ, എന്തൊക്കെയുണ്ട്? അളച്ചെടുക്കരുത് തൈരെ. ഓ സോറി ടോമി, വിട്. ഞാൻ ചുമ്മാ ജസ്റ്റ് തമാശ കളിച്ചല്ലേ. ഡോട്ട് ജി റെഡീസ് എന്ന് പറഞ്ഞവന്മാരാണ് ഇവിടെ പ്ലേറ്റ്സ് സപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അവർക്ക് താഴെ ഡോഗ്സിന് ഒരു ഷിപ്പിംഗ് കമ്പനി ഉണ്ട്. അവരുടെ ബോസിന് മാത്രമേ അറിയത്തുള്ളൂ അടുത്ത പ്ലേറ്റ് എപ്പോഴാണ് വരുന്നത്. നന്ദിയുണ്ടാ നായേ. ഹുയ് പ്രാന്തന്മാർ കയ്യും പോയി. ഒരു 90 ഒഴിക്കുക. ആരാത്? തോക്ക് വെടിവെക്കല്ലേ, മൂത്തയ്ക്ക് വെടിവെക്കല്ലേ. ഓക്കെ സംസാരിക്കാം. ഡോക്കിൽ നിന്ന് കിട്ടി വരാൻ വെച്ചിട്ട് അവരിന്ന് പ്ലേറ്റ്സ് കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ പോകുന്നു, പ്ലേറ്റ്സ് തട്ടിയെടുക്കുന്നു, എന്നിട്ട് പോലീസിനെ വെട്ടിച്ചിട്ട് ഇവിടെ തിരിച്ചു വരുന്നു. സോ ഇപ്പം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് 5 മിനിറ്റേ കാണത്തുള്ളൂ. ഞാൻ വന്ന 5 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ടോമി വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. സാധനമായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങളും പിള്ളേരും അവിടെ കാണും. പോലീസിൻ്റെ കാര്യം ഞങ്ങൾ പോയിക്കോളാം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ പിന്നെ കാണാം. കട്ട്. ഈ ഏതാണോ ഈ കോമാളി? ഇവരൊക്കെയാണോ ഇതിനകത്ത് വിളിച്ച് കയറ്റിയേ? ഇറങ്ങിപ്പോടാ. തെന്നാ കിണ്ടിയ ബോട്ടും തോട്ടിയും വെള്ളമൊക്കെ കൊണ്ട് ഇതിനകത്ത് കൊണ്ടിട്ടേക്കുന്നത്. ഇത് മീൻ പിടിക്കാൻ പോകുന്നത്. എന്താ ഇത്രയും വലിയ സ്രാവിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. എന്തോന്നില്ല ഇത്? ഇത്രയും കാലം ഈ ബിസിനസ്സിൽ കിടന്ന് ചിരച്ചിട്ട് നിനക്ക് ഈ കിണ്ടിയൊന്നും അറിയത്തില്ലണോ? എന്ത് തൊലി? അതിന് നീ ഏതാണോ തൈരെ? സെക്യൂരിറ്റി, ഈ കോമാളി ഇറക്കിവിട്. ആ കുണ്ടിമുഖ, ഞാൻ ഈ സ്ഥലം മേടിച്ചു. ഇനി എൻ്റെ അഡ്രല്ലേ ഇതെല്ലാം. ഞാനിവിടെ കംപ്ലീറ്റ് മേക്ക് ഓവർ ചെയ്യാൻ പോവാ. ഓ, താനാണോ ടോമി വെർസിറ്റി? അതെ, ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ അവളാലാണ് നടക്കുന്നത്. നിനക്കിതിൽ വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? ആദ്യം കുറച്ച് നല്ല ചിക്സിനെ ഒപ്പിക്കണം. ഹലോ മോളൂസേ, ഞങ്ങൾ പുതിയൊരു പടം നിർമ്മിക്കുന്നുണ്ട്. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? Sure, but you'd have to talk to my agent. The hell are you doing? പടംപിടുത്തമൊക്കെ എങ്ങനെയുണ്ട്? ആ മോനെ കിടിലൻ, എല്ലാം സൂപ്പർ. കാറ്റി എന്ന് പറഞ്ഞാൽ പുതിയ കൊച്ചില്ലേ, അവൾ അടിപൊളിയാണ്. അവൾ ബാക്കി ഇവിടുത്തെ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ നല്ല കയ്യൊപ്പിലാണ് പോകുന്നത്. എന്തായാലും നാളെ നമ്മൾ പുതിയ ലൊക്കേഷനിൽ പോകുന്നത് ബോട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ. ബോട്ട് സീനോ? എന്തോന്ന് ബോട്ട് സീൻ? മീൻപിടുത്തക്കാരിങ്ങനെ പോകുമ്പോൾ വലിയ സ്രാവ് വന്നിട്ട്, എടോ സ്രാവിനെ പറ്റി ഞാനെന്തോ പറഞ്ഞത്? സ്രാവ് വേണ്ട, അത് വലിയ സ്രാവ് ഒരിക്കലും വേണ്ട. ഞാൻ പറഞ്ഞോട്ട് കാര്യങ്ങൾ ചെയ്യും. ടോമി, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിരിക്കട്ടെ, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആൾ വേണ്ടേ? സാധനം വെച്ചിട്ട് കലിപ്പാണ് പോസ്റ്റർ. അത് വിഷമിക്കട്ടെ, പ്രൊമോഷൻ്റെ കാര്യം ചെയ്യാതെ വേണം. ഇനിയെന്തോ പ്രശ്നം? നായകൻ ഇപ്പോൾ ഒരു എൻകൗണ്ടർ കഴിഞ്ഞിട്ട് വളരെയധികം കൺഫ്യൂഷനിലിരിക്കുകയാണ്. നമ്മൾ ഈ സീൻ ക്യാമറ ക്രെയിനിൽ കയറ്റി വെച്ചിട്ട് വോളിയിൽ നിന്ന് താഴോട്ടിങ്ങനെ സൂം ചെയ്ത്
എനിക്കതിനെ പറ്റി ഒരു കിണ്ടി അറിയണ്ട. ഷൂട്ടിങ് കിടക്കട്ടെ. നീ എന്തോ ലീഗൽ പ്രശ്നം ഉണ്ടെന്നാണല്ലോ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞത്. അലക്സ് ട്രംപ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സിലുള്ളവൻ അവനിപ്പോൾ ഇലക്ഷൻ നിൽക്കാൻ പോവുകയാണ്. അവൻ ജയിച്ചാൽ നമ്മുടെ ഈ ഷൂട്ടിങ്ങിനും എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലൊക്കെ വളരെയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. നമുക്കത് പണിയാണ്. തൈര് ക്യാൻറ്റി നിനക്ക് ട്രംപിനെ അറിയാമോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? അത് വെച്ച് അവർക്ക് അവനെ പൂട്ടാം. All right there. Oh, yeah. All right. Yes. 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 എടോ ഇവിടെ എന്തോ ഞാൻ ചോദിച്ചതിന് ഉത്തരവാണോ അതോ ഊളൂസെ വിഴുങ്ങാൻ പറഞ്ഞാൽ വിഴുങ്ങണം, എന്നാലേ അതിന് കാണുന്നവർക്ക് ഇമ്പാക്റ്റ് വരും. TV. അടുത്ത സ്പിൽബർഗ് ഇവിടെ ഉണ്ടോ? എന്ത് ചെയ്യാനാ രൂപി, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് വരുന്നില്ല. പിന്നെ നമ്മുടെ ഫുൾ 4 വീഡിയോസും ഉടനെ തന്നെ റിലീസായിരിക്കും. തുമ്പിക്കൈ കാണുന്ന രീതിയിൽ ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്യണേ. എന്ത് തൈര്. സ്റ്റീവേ സോറി. എന്തായാലും നമുക്ക് ഇത്തിരി വെറൈറ്റി പ്രൊമോഷൻ ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. ഇതിൽ ഐഡിയ ഉണ്ടോ? ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോഷൻ ഓരോ ഇവൻറ്റുകളായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ സ്കൈയിലോട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ചിട്ട് വലിയ കാറുകളും. സെർച്ച് ലൈറ്റോ? എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാനിപ്പോൾ വരാം. എന്തുവാണോ ഇവിടെ? ടോമി, കുറെ ഗുണ്ടകൾ വന്ന് എന്നെ ഇടിച്ച് താഴെ ഇട്ടിട്ട് അവന്മാരെ പൈസയും മേടിച്ചുകൊണ്ട് പോയി. അവർ പറഞ്ഞ് ഫോറലിയുടെ ആൾക്കാരാത്. ഫോറലിയോ സോണി ഫോറലിന്നാണോ? അത് അങ്ങനെ കണ്ടാ പറഞ്ഞത്. ഭയങ്കര ടീമായിരുന്നു അവർ. വിഷമിക്കണ്ട മച്ചാ, ഞാൻ അവന്മാരെ തീർത്തിട്ട് വരാം. ടോണി, അവന്മാരുടെ കുട്ടി കീറിയേനെ വെട്ടി പൊളിക്കും ഞാൻ. എന്തോടാ ടോമി, ഞാൻ പറയുന്നേക്ക് ശ്രദ്ധിച്ച്. എനിക്ക് മീനെ ഇഷ്ടമാണ്. എനിക്ക് മീനെ പെറ്റായിട്ട് വളർത്താനും ഇഷ്ടം. ഈ കുളത്തിയിട്ട് വളർത്താനും ഈ അക്കുയർത്തി ഇടാനും. അല്ലാണ്ട് ഞാൻ അതിൻ്റെ മണ്ടക്കിടക്കിടന്ന് ഉറക്കത്തില്ല. എൻ്റെ ഇറ്റാലിയൻ ഫ്രണ്ട്സ് വന്നിട്ട് എൻ്റെ കുട്ടിയിൽ സിമെൻറ്റ് നിറച്ചിട്ട് എൻ്റെ മൂടുവെന്നാണ് പറയുന്നത്. അടങ്ങിയിരി ലാഡ്സ്, ഇവിടെ എന്തോ നടക്കുന്നത്. ടോമി, നിൻ്റെ പഴയ നോർത്തിലുള്ള ഫ്രണ്ട്സില്ലേ, അവർ സീനാക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരിച്ചിലൂടെ നേരത്തെ ഇരുന്നതാണ് വിചാരിച്ചത്. നിങ്ങളിതിൽ ബേജാറാവണ്ട, ഇതെൻ്റെ ഓപ്പറേഷനാണ്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്. നമ്മൾ അടിച്ചു വെച്ച നോട്ടില്ലേ, അത് നീ വേളി പോയി പെട്ടിക്കകത്താക്കി വെക്ക്. ലാൻസ്, നീ പോയി ആളുകളെ സെറ്റ് ചെയ്യ്. ടോമി, 15 കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടിട്ട് എന്തുവാടേ? ഞാൻ ഭയങ്കര ബിസിയായിരുന്നു ഫാമിലി വിഷയങ്ങളെ. എപ്പോഴും സീനാണ്. പണ്ട് പറയത്തില്ലായിരുന്നോ ദേശീയ സോണി ബ്രീഫ് കേസിനകത്ത് 3 മില്യൺ ഉണ്ട്. എത്ര പേരെയാണ് നമ്മാര് തീർത്തത്? 10 11 പേരെ. അങ്ങനെയൊക്കെ ആവും. സോണി, നീ എന്നെ വിട്ട ഒരുത്തനെ കൊല്ലനാണ്. പക്ഷേ ഞാൻ വരുന്ന കാര്യമാർക്ക് അറിയായിരുന്നു. ടോമി ശ്രദ്ധിച്ച് സംസാരിക്കുക, വെറുതെ മൂഡ് കളയരുത്. അവിടെ നടന്ന വെടിവെപ്പൊക്കെ ഞാൻ സെറ്റ് ചെയ്താണെന്നാണോ നീ പറയുന്നത്? കാശെടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്ക്. ടോമി, നിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനവിടെ ഏർപ്പാടാക്കി വെച്ചിരുന്നതായിരുന്നു. ബിസിനസ് മാത്രമല്ലല്ലോ, നമ്മൾ പണ്ട് തൊട്ടേ ഫ്രണ്ട്സും ഇല്ലയോ. ഞാൻ നിന്നെ വിശ്വസിച്ചായിരുന്നു, പക്ഷേ നീ നിരാശപ്പെടുത്തി. പക്ഷേ നിൻ്റെ ഈ പുതിയ ടീമിലുള്ള ഒരുത്തരെങ്കിലും വിവരവും ബോധമൊക്കെ ഉണ്ട് അല്ലേ ലാൻസ്? കള്ളത്താ. സോറി ടോമി, ഇതാണ് വൈസിറ്റി, ഇതാണ് ബിസിനസ്. എത്ര കിട്ടിയടാ പൊട്ടി? ടോമി, നിനക്കൊണ്ട് പണിയണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് ആലോചിച്ചിരിക്കുകയായിരുന്നു. ശരിക്കുള്ള പൈസ ഇവന്മാർ മേളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ടോമി, അപ്പോൾ എന്തായിരുന്നു പ്ലാൻ? എന്നെ ഫേക്ക് ക്യാഷ് തന്നിട്ട് എന്നെ ഇവിടുന്ന് പണ്ടാരടങ്ങി വിടാമെന്ന് വിചാരിച്ചാൽ മതി. അല്ല, നിന്നെ കൊല്ലുന്നതിന് മുന്നേ നിനക്കിട്ടൊന്ന് പണിയണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ.
ടോബി, ഓ ടോബി, എല്ലാം കഴിഞ്ഞോ? പണ്ടാരം, എൻ്റെ ബോധം പോയി. കള്ളപ്പന്തി ലാൻസ് കൂടെ നിന്ന് കുണ്ടി ലാപ്പ് കഴിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നീ അവരെ തീർത്തത് നന്നായി. കെൻ്റെ അങ്ങനെ നോർത്തിലെ ഇടപാടുകളെല്ലാം കഴിഞ്ഞു. അപ്പം ടോമി, അപ്പം ഇവിടുത്തെ മെയിൻ ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം നമ്മൾ തന്നെ എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ഇവിടെ ഇനി നമ്മൾ ഭരിക്കും. ഒരു മേളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ടോമി, അപ്പം എന്തായിരുന്നു പ്ലാൻ? എന്നെ ഫേക്ക് ക്യാഷ് തന്നിട്ട് എന്നെ ഇവിടുന്ന് പണ്ടാരടങ്ങി വിടാമെന്ന് വിചാരിച്ചാൽ മതി. അല്ല, നിന്നെ കൊല്ലുന്നതിന് മുന്നേ നിനക്കിട്ടൊന്ന് പണിയണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ടോബി, ഓ ടോബി, എല്ലാം കഴിഞ്ഞോ? പണ്ടാരം, എൻ്റെ ബോധം പോയി. കള്ളപ്പന്തി ലാൻസ് കൂടെ നിന്ന് കുണ്ടി ലാപ്പ് കഴിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നീ അവരെ തീർത്തത് നന്നായി. കെൻ്റെ അങ്ങനെ നോർത്തിലെ ഇടപാടുകളെല്ലാം കഴിഞ്ഞു. അപ്പം ടോമി, അപ്പം ഇവിടുത്തെ മെയിൻ ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം നമ്മൾ തന്നെ എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ഇവിടെ ഇനി നമ്മൾ ഭരിക്കും.